ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയ്യാമം ചെയ്ത നാട് കടത്തിയ അമേരിക്കയുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും അപലപനീയമാണെന്നും CPIM പോളിറ്റ് ബ്യൂറോ. US-നോട് വിധേയത്വ മനോഭാവം സ്വീകരിക്കുന്നതിലാണ് കേന്ദ്രം പ്രതികരിക്കാത്തതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. രാജ്യത്തിന്റെ അന്തഃസത്ത ഇടിച്ചു തകർക്കുന്ന നടപടിയാണ് US കൈക്കൊണ്ടതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാടുകടത്തിയ US നടപടി സ്വീകാര്യമല്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. US നടപടിയിൽ പ്രതികരിക്കാതെ കേന്ദ്ര സർക്കാർ വിധേയത്വ സമീപനമാണ് കൈക്കൊള്ളുന്നതെന്നും പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. പൗരന്മാരെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഇന്ത്യൻ സർക്കാർ മനുഷ്യത്വ നിലപാട് സ്വീകരിക്കണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ട്രംപ് വിധേയത്വ നിലപാട് സ്വീകരിക്കുന്നതിനാലാണ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. It is absolutely unacceptable, and what is worse is that the government of India has kept completely silent about this. Is the government of India become so craven and so subordinate to the Trump administration that they are not willing to open their mouths when Indians are treated in the way that they have been. US നടപടി തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും പ്രതികരിച്ചു. ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും MP ആവശ്യപ്പെട്ടു. തീർത്തും ദൗർഭാഗ്യകരമാണ്. അതായത് ട്രംപിനെ മൈ ഡിയർ ട്രംപ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നത്. ഇനി അവിടെ നിന്നൊരു പ്രവാഹമായിരിക്കും വരാൻ പോകുന്നത്. അതിശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യ സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം. എന്നാൽ മാത്രമേ ഒരു ഇന്ത്യക്കാരന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ കഴിയൂ. കഴിഞ്ഞ ദിവസമാണ് കുട്ടികളും സ്ത്രീകളും അടക്കം 104 ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ അമേരിക്ക പഞ്ചാബിലെ അമൃത്സറിൽ എത്തിച്ചത്. സംഭവത്തിൽ വിവിധ രാജ്യങ്ങൾ പ്രതിഷേധമറിയിച്ചെങ്കിലും നാടുകടത്തിൽ ആദ്യമായല്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ വിശദീകരണം. കൈരളി ന്യൂസ്, ദില്ലി.